നിങ്ങൾ ഈ കൊടുത്തതൊന്നും നോക്കുക പോലും ചെയ്യാതെ നിങ്ങളെ എതിർത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പ്രപഞ്ചത്തിലെ പുതിയ അത്ഭുതം പോലെയുണ്ട്. ഇരിക്കെ. ഞാൻ ഇതുവരെ ഒരിക്കലും നിന്നോട് ചോദിക്കാത്തൊരു കാര്യം എനിക്ക് നിന്നോട് ചോദിച്ചേ പറ്റൂ. നീ എന്റെ അടുത്ത് സത്യമല്ലേ മോനെ പറയാറുള്ളൂ? കളവൊന്നും പറയുന്നില്ലല്ലോ അല്ലേ? പറ ശ്രീകർ. അതെന്താ അമ്മേ അങ്ങനെ ചോദിക്കുന്നത്? എന്റെ മകൻ അമ്മയുടെ തീരുമാനങ്ങളെ ബഹുമാനിക്കുന്നവനാണെന്ന് ഞാൻ പറയുമ്പോ അവന്റെ വാക്കുകൾ അവൻ തെറ്റിക്കുമെന്ന് അവരൊക്കെ പറയുന്നത് എന്താടാ? തന്ന വാക്ക് തെറ്റിക്കില്ലെന്ന വിശ്വാസം എനിക്കുണ്ടെന്ന് അവരോട് പറയുമ്പോ അഥവാ തെറ്റിച്ചാലോ എന്ന് അവരെന്നോട് ചോദിക്കുന്നു. ആസ്തിയേക്കാളും അന്തസ്സിനേക്കാളും സർവസമ്പത്തിനേക്കാളും വിശ്വാസം വളരെ വിലയുള്ളതാ മോനെ. അതിന് വില കൊടുക്കുമ്പോ മാത്രമേ ഒരു മനുഷ്യന് വിലയുണ്ടാകൂ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്കിത് നിന്നോട് ചോദിക്കാമായിരുന്നു, പക്ഷെ ചോദിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ വളർത്തിയ മകനെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. വാക്ക് തെറ്റിച്ച്, കളവ് പറഞ്ഞ്, വഞ്ചന കാണിച്ച് അമ്മയുടെ ജീവിതം വെച്ച് അവൻ കളിക്കില്ല എന്ന് എന്റെ മോന്റെ അടുത്ത് എനിക്ക് അത്രയും അധികം വിശ്വാസമുള്ളതുകൊണ്ട്. അവരുന്നയിക്കുന്ന ആരോപണങ്ങൾ തെറ്റാണെന്ന് നീ തെളിയിക്കുന്ന ദിവസം പെട്ടെന്ന് തന്നെ ഒന്നും ഉണ്ടാവണേന്ന് കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണമ്മ. നമ്മൾ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുമായി നിന്റെ വിവാഹം നടന്ന് നീ ഒരു ഗൃഹനാഥനായി കഴിഞ്ഞ ഞാൻ ഒരുപാട് സന്തോഷിക്കും. അമ്മേ, എല്ലാം അമ്മ വിചാരിച്ച പോലെ തന്നെ നടക്കും. അമ്മ സങ്കടപ്പെടണ്ട. നീ എന്റെ അടുത്ത് സത്യമല്ലേ മോനെ പറയാറുള്ളൂ? കളവൊന്നും പറയുന്നില്ലല്ലോ അല്ലേ? ശ്രീ, ജീവിതാവുമ്പോ ബന്ധുക്കള് ശത്രുക്കളുടെ രൂപത്തിലും വന്നേക്കാം. ചിലപ്പോ സഹോദരങ്ങൾ വരെ ശത്രുക്കളായേക്കാം. കാര്യങ്ങളെല്ലാം നന്നായിട്ട് നടക്കുന്നത് വരെ അതെല്ലാം ചിലപ്പോ സഹിക്കേണ്ടി വരും. അതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. അച്ഛാ, ഒരു കാലത്ത് ഈ ജാതകത്തിന്റെ പേരില് അച്ഛനും മുൻപ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നേരിടേണ്ടി വന്നിട്ടില്ലേ? അമ്മയെ ഭാര്യയായി കിട്ടില്ലെന്നറിഞ്ഞപ്പോ അച്ഛന്റെ ഫീലിംഗ് എന്തായിരുന്നു? മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വാക്കിനെ ധിക്കരിക്കണമെന്നുള്ള ചിന്ത അച്ഛന് തോന്നിയിരുന്നോ? ആ സമയത്ത് അച്ഛൻ അനുഭവിച്ച പെയിനെ കുറിച്ച് പറയേ. ഞങ്ങൾ വളർന്ന രീതിയും ജീവിച്ച സമൂഹവും വേറെയാണ് മോനെ. എന്റെ കല്യാണം 10 നാടിന്റെ പട്ടിണി മാറ്റുമെന്നറിഞ്ഞപ്പോ അച്ഛനും അമ്മയും പറയുന്നതനുസരിച്ച് നിന്റെ അമ്മയെ വരമായിട്ട് സ്വീകരിച്ചു. അതല്ലാതെ മറ്റൊരു ചിന്തയും അച്ഛനുണ്ടായില്ല. ഡാ ശ്രീകർ, ഇപ്പൊ നിന്റെ കാര്യത്തിലാണെങ്കിലും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അല്ല,
എന്താ ഇതൊക്കെ ചോദിച്ചേ? വെറുതെ ചോദിച്ചതാ. പോകാൻ വാ. ഞാൻ വന്നോളാം. അച്ഛൻ പൊക്കോളൂ. ശരിടാ. ഞാനാകെ പ്രശ്നത്തിലാണ് അമ്മേ. അമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വിശ്വാസങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം എനിക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ ഇഷ്ടപ്പെട്ട ആവനിയെ കല്യാണം കഴിച്ചതും തെറ്റാണോ? ആവനിയെ ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് അവളുടെ ജാതകം ഞാൻ നോക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പോ അമ്മയുടെ വിശ്വാസങ്ങളെ ഞാൻ മനഃപൂർവ്വം ധിക്കരിച്ച പോലെയല്ലേ? സ്നേഹത്തിന് ഇത്രയും ശക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അറിഞ്ഞാലും ആവനിയോട് തോന്നിയ ഇഷ്ടം വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യവും എനിക്കന്നില്ലായിരുന്നു അമ്മേ. എന്താന്ന് വെച്ചാ അവളെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നെങ്കിലും ഒരു ദിവസം ഈ വീട്ടിലെ മരുമകളായിട്ട് വരുമെന്ന് അവൾ വിശ്വസിക്കുന്നുണ്ട്. മകൻ വാക്ക് തെറ്റിക്കില്ല എന്ന് എൻ്റെ അമ്മയും വിശ്വസിക്കുന്നു. ആരോടും സത്യം പറയാൻ പറ്റാതെ എൻ്റെ മനസ്സ് എരിയാണ് അമ്മ. എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ ഭാര്യയിൽ നിന്നും ഞാൻ വലിയ പരീക്ഷണ നേരിടുന്നേ. ആരെയും വേദനിപ്പിക്കാതെയുള്ള ഒരു പരിഹാരം നീ തന്നെ പറഞ്ഞു തരണേ അമ്മേ. ആവനി, ആവനി. എന്താ ഇതൊക്കെ? പറയാം, 1 മിനിറ്റ്. ഒന്ന് തിരിഞ്ഞേ മാഡം. കെട്ടിയോൻ വീട്ടിൽ വരുമ്പോഴേ 2 മുഴം മുല്ലപ്പൂ കൊണ്ടുവന്നാലേ കെട്ടിയോൾക്ക് സന്തോഷാവുമെന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ? പ്രേമം എന്നാൽ മനസ്സിലുണ്ടാവുന്നതല്ലേ? മനസ്സിലാ പ്രണയമില്ലെങ്കിൽ എന്തുകൊണ്ടെന്നിട്ട് ഒരു കാര്യമില്ല. അതും ശരിയല്ലേ? വസന്ത, ലാവണ്യ, അമ്മേ, എല്ലാവരും ഒന്ന് പുറത്തേക്ക് വന്നേ. ദാ വരുന്നമ്മേ. എന്തിനാ വിളിക്കുന്നത് വേദ? ഇപ്പൊ പറയേട്ടാ, എവിടെയുള്ളതൊന്ന് വേഗം വന്നേ. എന്താ അമ്മ ഈ നേരത്തെ വിളിച്ചത്? എന്തെങ്കിലും ക്ലാസ് വല്ലതും ആണോ? നിങ്ങൾ മിണ്ടാതെ ഒന്ന് പറയാമേ. നാളെ വരലക്ഷ്മി വ്രതം എടുക്കാനായിട്ട് എല്ലാവർക്കും ഒന്ന് അമ്പലത്തിൽ പോണം. എല്ലാവരും വേഗം ഒന്ന് റെഡി ആയിക്കേ. അതിനുവേണ്ടി എവിടെയുള്ള അമ്പലം വരെ എന്തിനാമേ പോന്നേ? നമുക്കത് വീട്ടിൽ തന്നെ എടുക്കാവുന്നതല്ലേ ഉള്ളൂ. ലാവണ്യ പറഞ്ഞത് കറക്റ്റ് അല്ലേ അമ്മേ?
എനിക്കും അങ്ങനെയാ തോന്നുന്നത്. എനിക്കും സെയിം ഫീലിംഗ്. എല്ലാവരും കൂടി സിനിമയും സർക്കസും ഒക്കെ പ്ലാൻ ചെയ്യും. അമ്പലാവുമ്പോ പിന്നോട്ട് നിൽക്കുന്നത് എന്തിനാ? അത്ര ദൂരത്തൊക്കെ വേണോ അമ്മമ്മേ? വീട്ടിൽ നിന്ന് തന്നെ ആവാലോ. ഞാൻ മിണ്ടാതെ നിൽക്കുന്നോണ്ട് ആരും ഉപദേശിക്കാൻ നിൽക്കരുത്. വിവാഹിതരായ പെൺകുട്ടികളെ ചേർത്ത് സാമൂഹ്യ വ്രതം നടത്തിക്കൊള്ളാമെന്ന് ലക്ഷ്മി ദേവി അമ്മയോട് ഞാൻ നേർച്ചയിട്ടതാ. പൂജാരിയോടും വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പുറത്തുള്ളവരെല്ലാം ചേർത്ത് സാമൂഹ്യ വ്രതം എന്ന് പറയുമ്പോ എന്തെങ്കിലും പ്രത്യേകതരം നേർച്ചയുണ്ടോ അമ്മേ? ഉണ്ട്. എന്താ അമ്മേ അത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അടുത്ത വർഷം വരലക്ഷ്മി വ്രതത്തിന്റെ അന്ന് ശ്രീകറും അവന്റെ ഭാര്യയും നമ്മളെല്ലാരും നമ്മുടെ കുടുംബാചാരങ്ങളെ നിലനിർത്തുന്ന മരുമകളുടെ കൂടെ ഈ വ്രതം നടത്തിക്കൊള്ളാമെന്ന് ഞാൻ നേർച്ച നേർന്നു. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് വർഷങ്ങളായി. എത്രയോ ഉത്സവങ്ങൾ കഴിഞ്ഞുപോയി. ശ്രീകറിന് മാത്രം കല്യാണം നടക്കുന്നില്ല. എന്തോ ഒരു തടസ്സം പോലെ. നല്ലത് നടക്കുന്നതിന് മുൻപ് ചില തടസ്സങ്ങൾ നേരിടേണ്ടി വരും എന്ന് കരുതി അതൊക്കെ വേണ്ട എന്ന് വെക്കാൻ പറ്റൂ? നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കുന്നതുവരെ എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളിലെല്ലാം ചെയ്യാനുള്ളത് ചെയ്യണം. ഇനി കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ രാവിലെ തന്നെ എല്ലാവരും റെഡിയായിക്കണം. കല്യാണ ചെറുക്കനില്ലാത്ത കല്യാണം എന്ന് പറയുന്ന പോലെ ആവശ്യക്കാരനില്ലാതെ വെറുതെ വ്രതം എടുത്തിട്ട് എന്തിനാ? അതെ അമ്മേ, ഞങ്ങളൊക്കെ ഉണ്ടായാലും ശ്രീകരൻ കൂടെ വേണ്ടേ? അവനൊരു വർക്ക് വേണ്ടി ചെന്നൈയിലേക്ക് വരികയല്ലേ. അവന്റെ കല്യാണത്തിന് വേണ്ടി ചെയ്യുന്ന പൂജയിൽ അവനില്ലാതെ പിന്നെ എങ്ങനെയാ? അങ്ങനെ നോക്കിയാ ഇത് സ്ത്രീകൾ മാത്രം എടുക്കേണ്ട വ്രതമാണ്. അവനിപ്പോ ഇല്ലെങ്കിലും അവന്റെ പേരിലും ഇത് ചെയ്യാം. നിങ്ങളെല്ലാരും എന്റെ കൂടെ ഒന്ന് വന്നാ മതി. ഓ, എന്ന് വെച്ചാ കറിയിലിടുന്ന കറിവേപ്പിലയാണെന്ന് അർത്ഥം. എല്ലാത്തിലും ഞങ്ങളെ കൊണ്ടുപോയി ഇട്ടോണം. പൃഥ്വിരാജ്, തമാശ തമാശ പറഞ്ഞാച്ചാ. നിങ്ങൾ ആഗ്രഹിക്കുന്ന മരുമകൾക്ക് വേണ്ടി, വരാൻ പോകുന്ന പെൺകുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്ത് പൂജ വേണമെങ്കിലും ചെയ്തോ. എനിക്ക് പക്ഷേ എന്റെ മോർച്ചെറുക്കൻ എന്റേതാവണമെന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ആഗ്രഹിച്ച പ്രയോജനം ഉണ്ടാവില്ല. എല്ലാവരും ഒട്ടും അമാന്തം കാണിക്കാതെ റെഡിയായിരിക്കണം. മനസ്സിലായോ? ശ്രീകർ ചെന്നൈയിലേക്കാണ് പോയതെന്ന് പറഞ്ഞാലും എനിക്കെന്തോ സംശയം തോന്നുന്നുണ്ട്. അതിനിപ്പോ സംശയിക്കാൻ എന്താ ഉള്ളേ? കുഞ്ഞളിയൻ ചെന്നൈയിലേക്ക് പോകാതെ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നുന്നു. അതെങ്ങനെ കണ്ടെത്തും? 5 മിനിറ്റിനുള്ളിൽ കണ്ടെത്താലോ? വീണ്ടും പോയി വല്ല ചളിക്കൊണ്ടിലും വീഴാഞ്ഞാ മതി. ശ്രീകർ ചെയ്യുന്ന കാര്യങ്ങളിലും അവന്റെ ആക്ടിവിറ്റീസിലും ഒക്കെ നമ്മുടെ ഒരു കണ്ണുണ്ടായിരിക്കണം. മനസ്സിലായോ? ആവനി, ആവനി. ഏട്ടാ വരുന്നു. എന്താ ഏട്ടാ? ഈ ക്യാഷ് വെച്ചോ. എന്തിനാ? ഇതിനു മുമ്പ് നീ ഗൈഡായിട്ട് ജോലി ചെയ്ത് നിന്റെ ആവശ്യങ്ങൾക്കും നിന്റെ ഫാമിലിക്കൊക്കെ വേണ്ടി സമ്പാദിച്ചിരുന്നതല്ലേ. ഞാൻ കാരണം ആ സുരേന്ദ്രന്റെ പ്രശ്നമായിട്ട് നിന്റെ ജോലിയും പോയി. തനിക്കും ആവശ്യങ്ങളൊക്കെ ഇല്ലേ? ഞാൻ നിന്നെ സ്നേഹിക്കും, നിന്റെ ആവശ്യങ്ങളൊക്കെ നിറവേറ്റും. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇനിയും ചെയ്യാനുള്ള കുറെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി സമയം ചോദിച്ചു. ആ സമയം ആകുന്നത് വരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. നീ ആഗ്രഹിക്കുന്നതും എന്റെ ആഗ്രഹങ്ങളും എത്രയും പെട്ടെന്ന് നടക്കണേന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. ഞാനൊരു വലിയ വീട്ടിലെ മരുമകളല്ലേ, അപ്പൊ എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ടാവും. ഈ പൈസയും ബാധ്യതകളും ഒക്കെ അപ്പോൾ ഏൽപ്പിച്ചാ മതി, ഞാൻ നോക്കിക്കോളാം. അതൊക്കെ പിന്നത്തെ കാര്യം. ഇപ്പൊ എന്റെ സന്തോഷത്തിന് ഇത് പിടിക്കേ പ്ലീസ്. എല്ലാം കൊണ്ടുവരുന്നുണ്ടല്ലോ, പിന്നെ ഇതൊക്കെ എന്തിനാ? പ്ലീസ് ഇത് കയ്യിൽ വെക്കും. നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞതുകൊണ്ടാട്ടോ ഞാനിത് വാങ്ങുന്നത്. എന്താ ഇപ്പൊ ചെയ്യാ?
ഒരുപാട് സമയമായിട്ടുണ്ടല്ലേ, വീട്ടിലേക്ക് പോണോ? ആ ഞാനത് പറയാൻ മറന്നുപോയി. ചെന്നൈയിൽ പോവാന്ന് അമ്മയോട് പറഞ്ഞേ. അതല്ല ചേട്ടാ, എനിക്ക് വേണ്ടി വീട്ടിലുള്ളവരോടൊക്കെ നിങ്ങൾ ഒരുപാട് കളവ് പറയുന്നുണ്ടല്ലേ. ഇപ്പൊ കള്ളങ്ങൾ പറഞ്ഞാലും അത് നല്ലതിന് വേണ്ടിയാണെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല. താൻ വിഷമിക്കണ്ട. എനിക്കിപ്പൊ കിട്ടിയ ബുദ്ധി വെച്ച് ഇത്തവണ എന്തായാലും കുഞ്ഞളിയെ പെട്ടിരിക്കും. നിന്റെ കളി എന്റെ അടുത്ത് നടക്കില്ല. എടുക്ക മോനെ. ആരേട്ടാ? അളിയൻ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അളിയൻ എനിക്ക് ഒരു കോൾ പോലും ചെയ്യാത്ത. വീഡിയോ കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. ഇത് അയാളുടെ ടെസ്റ്റിംഗാ. സംതിങ് ഈസ് റോങ്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? താൻ കുറച്ചു നേരം ഒന്ന് ഇങ്ങോട്ട് നിന്നേ. എന്താ അളിയ പെട്ടെന്നൊരു വീഡിയോ കോളൊക്കെ ചെയ്യാൻ? ചുമ്മാ ചെയ്തളിയാ. പെട്ടെന്ന് എനിക്ക് അളിയനെ ഒന്ന് കാണാൻ തോന്നി. അല്ല, അളിയനിപ്പോ എവിടെയാ ഉള്ളേ? ചെന്നൈയിലേക്ക് പോവാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അപ്പോ ഇപ്പൊ ചെന്നൈയിലാണോ ഉള്ളത്? അതെ. തെളിവെന്താ? അളിയ നിങ്ങൾക്കെന്നെ സംശയമാണോ? വിശ്വാസം ഇല്ലാതെ വന്നപ്പോ പെട്ടെന്ന് സംശയം തോന്നി. നീ ചെന്നൈയിലുണ്ടെന്ന് തെളിയിക്കാതെ ഞാൻ വിശ്വസിക്കില്ല. നീ പെട്ടടാ മോനെ കുഞ്ഞളിയാ. എന്താ സൈലന്റ് ആയല്ലോ? എന്താളിയോ ഒന്നും മിണ്ടാത്തേ? തെളിവ് കിട്ടിയാ പോരെ? കണ്ടോളൂ. ரஜினி எல்லாருக்கும் உழைச்சு கொட்டணும். ஆனா அவங்க வாழ்க்கையில ஒரு நல்ல விஷயம் நடந்துருக்கு. நான் இதெல்லாம் வேணும்னு பண்ணுங்க. நான் எப்பவும் போற ஜூஸ் கிடைக்கிறேன். ടി വിയിൽ എന്താ കാണുന്നേ? അതൊരു സീരിയലല്ലേ? തമിഴ് സീരിയലല്ലേ? അതെ. തമിഴ് എവിടുത്തെ ഭാഷയാ? ചെന്നൈയില്. അപ്പോ ഞാനിപ്പോ ചെന്നൈ തന്നെയല്ലേ ഉള്ളത്? ഓ, അത് സത്യമാണല്ലോ. നിന്നെ അനാവശ്യമായിട്ട് തെറ്റിദ്ധരിച്ചു പോയി. ക്ഷമിക്കണേ അളിയാ. എന്താ അളിയാ ഇത്? നമ്മുടെ വീട്ടിലെ ഏറ്റവും മെച്ചൂരിറ്റി നിങ്ങൾക്കല്ലേ? നിങ്ങളും ഇങ്ങനെ ആയാ എങ്ങനെയാ? എന്റെ മെച്ചൂരിറ്റി ഓർമ്മപ്പെടുത്തിയതിന് താങ്ക്സ് അളിയാ. വെക്ക്.